سأبك فيه وأطعنك يا صاحي جدد نفسك لي وأطعنك يا صاحي جدد نفسك لي وأطعنك إرعبك سلم بك في أفعالك أذلك في أحمالك سلم بك في أحمالك أذلك في أسمانك ليس الألوف قدر المالك ليس الألوف قدر المالك يا فتنة السماء يا شبابي يا شبابي يا شبابي يا شبابي 218. Next is number 218. ഇതിനുശേഷം ഈ വേദിയിൽ നടക്കുന്നത് സീനിയർ പ്രസംഗം അറബിയുള്ള മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ വലതുവശത്ത് വന്നിരിക്കുക. اسمك الأعلى في عرش الإله وعليك يصلي الملك والأملاك أنت دينا أنت أمينا أنت مولانا أدركنا നമ്മുടെ മദ്രസയിൽ പഠിച്ച് തളിപ്പറമ്പ് കൂവത്തുൽ ഇസ്ലാം അറബി കോളേജിൽ ഖാരിയായി ജോലി ചെയ്യുന്ന ഖുർആൻ 6666 പരമ്പരുന്ന ആയത്തുകൾ വ്യത്യസ്തമാക്കി തന്റെ ശിക്ഷണത്തിൽ ഒരു ഹാഫിദിനെ വളർത്തിയെടുത്ത ബഹുമാനപ്പെട്ട ഹാഫിൽ മുഹമ്മദിന് ബഹുമാനപ്പെട്ട മദ്ഹബ് ഇസ്ലാം ഹയർ സെക്കൻഡറി കമ്മിറ്റി നൽകുന്ന ഒരു സ്നേഹോപഹാരം ഇവിടെ നൽകുകയാണ്. സ്നേഹോപഹാരം നൽകുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഖത്തീബ് ഉസ്താദും മുദരിസും കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് ബാക്കവി ഉസ്താദ് അവറുകളാണ്. സ്വീകരിക്കുന്നതിന് വേണ്ടി ഹാഫിൽ മുഹമ്മദിനെയും ക്ഷണിക്കുന്നു. ചുരുങ്ങിയ വർഷം കൊണ്ട് ഒരു ഹാഫിദിനെ ഹിഫ്ള് പഠനം പൂർത്തിയാക്കാൻ സഹായിച്ച നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ബഹുമാനപ്പെട്ട ഹാഫിദ് അമീൻ ഫൈസിക്കും മുഹമ്മദിനുമുള്ള സ്നേഹോപഹാരം കമ്മിറ്റി ഭാരവാഹികളുടെ മഹനീയ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് അബ്ദുൾ റഷീദ് ബാക്കവി അവർ നൽകുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
പള്ളി പുനർനിർമ്മാണ ഫണ്ടിലേക്ക് എനിക്ക് നബീഷ ഫാമിലി 15,000 രൂപ, എനിക്ക് അമ്മി 5,000 രൂപ. അൽഹംദുലില്ലാഹ് നമ്മുടെ മദറുൽ ഇസ്ലാം മദ്രസയിൽ നിന്നും ഇഫ്ദ് പഠനം പൂർത്തിയാക്കി നമ്മൾ ഇവിടെ പഠിച്ച് തലപ്പറമ്പ് ഗോത്തുൽ ഇസ്ലാം ഇഫ്ദ് ഖുർആൻ കോളേജിൽ നിന്നും ഖുർആൻ 30 ദിവസം മനഃപ്പാഠമാക്കിയ മുഹമ്മദ് ഒരു 2 വരി ഖുർആൻ പാരായണം നമുക്ക് വേണ്ടി നടത്തുകയാണ്. അതിനുവേണ്ടി ആഫിൽ മുഹമ്മദിനെ ആദരവോടും ക്ഷണിക്കുന്നു. Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Wa badalahum sayyi'atu ma 'amilu wa haqa bihim ma kanu bihi يستهزئون وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. صدق الله العلي العظيم. السلام عليكم ورحمة الله وبركاته. ആഫിൽ മുഹമ്മദിനെ ഖുർആൻ 30 ദിവസം മനഃപ്പാഠമാക്കാൻ പരിശീലിപ്പിച്ച നമ്മുടെ മദറുൽ ഇസ്ലാം മദ്രസയിൽ തന്നെ പഠിച്ച് ഫൈസി ബിരുദവും ആഫിൽ ബിരുദവും കരസ്ഥമാക്കിയ മുഹമ്മദ് അമീൻ നാളെ പുതിയ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം അള്ളാഹു എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കുമാറാവട്ടെ. കമ്മിറ്റിയുടെ ചെറിയ ഒരു പാരിതോഷികം ബഹുമാനപ്പെട്ട കമ്മിറ്റി പ്രസിഡന്റ് CM മുസ്തഫാജി ആഫിൽ അമീൻ ഫൈസിക്ക് നൽകുന്നു. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആഫിൽ അമീൻ ഫൈസിയെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്ത ഒരു ക്യാഷ് അവാർഡ് വിതരണം കൂടി വേദിയിൽ നടക്കുകയാണ്. ഇന്നലെ നമ്മുടെ വേദിയെ ധന്യമാക്കിയ മദ്രസ പിഞ്ച് വിദ്യാർത്ഥികൾ നടത്തിയ കളർഫുള്ളായ ഫ്ലവർ ഷോ നടത്തിയ അതിനെ പരിശീലിപ്പിച്ച ഉസ്താദുമാർക്ക് പേരൻസ് നൽകുന്ന ക്യാഷ് അവാർഡാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട ഫൈറൂസ് ഹുദവി ഉസ്താദിനെയും മുത്തലിബ് ഹുദവി ഉസ്താദിനെയും കൃത്യമായി ക്ഷണിക്കുന്നു.
ഷമീൻ പൈസ നമ്മുടെ 2 വാക്ക് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ആദരണീയരായ ഖതീബ് ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് ഈ ഒരു നല്ലൊരു മുഹൂർത്തത്തിൽ വളരെ സന്തോഷകരമായ രീതിയിൽ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചതിൽ ആദ്യമായി സർവരക്ഷിതാവായ അല്ലാഹുവിനെ സ്തുതി അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പഠിച്ച് ഒരു വിദ്യാർത്ഥി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സമ്മാനിക്കാൻ സാധിച്ചതിൽ അത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ തൗഫീഖാണെന്ന് വിശ്വസിക്കുകയാണ്. കാരണം എൻ്റെ അധ്യാപന ജീവിതത്തിൽ ആദ്യത്തെ വിദ്യാർത്ഥി എന്ന് വെച്ചാൽ ആദ്യമായി പരിപൂർണമായും പരിശുദ്ധ ഖുർആൻ ഹാഫിളാവുന്ന വിദ്യാർത്ഥി അത് മുഹമ്മദാണ്. അതും എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് എന്നതിൻ്റെ ഏറെ ചാരിതാർത്ഥ്യമാണ്. എന്നെ നാനാക്കിയ മഹറുൽ ഇസ്ലാം മദ്രസ, അവിടുത്തെ ഉസ്താദുമാർ, വിശിഷ്യ അഹമ്മദ് ഉസ്താദിന് 1ാം ക്ലാസ്സിലെ അദബെന്ന അധ്യായം പഠിപ്പിച്ചു തന്നത് മുതൽ ഇന്ന് വരെ എത്തി നിൽക്കുന്ന ബഹുമാന്യരായ ഉസ്താദുമാരെ ഈ ഒരു സ്തുതിനത്തിൽ സ്മരിക്കുകയാണ്. അല്ലാഹുവൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഈ ഒരു സംവത്സരം ഒരുക്കി തന്ന കമ്മിറ്റി ഭാരവാഹികൾക്ക് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുക എന്നതിനേക്കാളുപരി ആത്മാർത്ഥമായി പരിശുദ്ധ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ ശഫാഅത്ത് കൊണ്ട് നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നടന്നു പോകാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെയും നമ്മളുമായി ബന്ധപ്പെട്ടവരൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലകാരാക്കാൻ സാധിക്കണം. അതിനുവേണ്ടി ദീനിൻ്റെ മത പഠന ശാലകളിലേക്ക് നമ്മുടെ മക്കളെയൊക്കെ അയക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ എല്ലാ പ്രാർത്ഥനകളിലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം. ബഹുമാനപ്പെട്ട സെക്രട്ടറിയൊക്കെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ കല്യാണമാണ് ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച. എല്ലാവരെയും ഈ ഒരു സുദിനത്തിൽ ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിദ്യാർത്ഥികളുടെ കലാപ്രദർശനം പുനരാരംഭിക്കുകയാണ്. അടുത്തതായി ഒരു അറബി ഗാനം ഉമ്മയിൽ. السلام عليكم ورحمة الله وبركاته. يا ودود نسرك خير مكانا، يا ودود نسرك خير مكانا، أين مفر ومانا غيرك من يحدينا، أين مفر ومانا غيرك من يحدينا، محمانا بإليك فتبنا حفظتنا بنيانا، محمانا بإليك فتبنا حفظتنا بنيانا، أين مفر ومانا غيرك من يهدينا، أين مفر ومانا غيرك من يهدينا. ضاقت فينا عيش شرور واستسحام إيانا، عابت منه بترمعنا بسم صداقة لينا، ووتنا
عفوا لغلاتك تجري ولدك دينا أين مفر ومانا غيرك من يحدينا أين مفر ومانا غيرك من يحدينا يا ودود نسرك خير مكانا يا ودود نسرك خير مكانا أين مفر ومانا غيرك من يحدينا حين تبلح حين تبلح رمح تتر فيه الوتن زمانا كيف نصابر حين فناء بهاؤك بعن نضالا دمع سبانا دمع سبالا تكدر صدرك في الحسن لآنا أين مفر ومانا غيرك من يحدينا أين مفر ومانا غيرك من يحدينا يا ودود نسرك خير مكانا يا ودود نسرك خير مكانا أين مفر ومانا غيرك من يحدينا أين مفر ومانا غيرك من يحدينا يا ودود ശ്രദ്ധിക്കുക. സൂപ്പർ സീനിയർ പ്രസംഗം പറയാനുള്ള മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ വലതുവശത്ത് വന്നിരിക്കുക. അതുപോലെ സൂപ്പർ സീനിയർ ഗാനം അറബിക്കുള്ളവരും സൂപ്പർ സീനിയർ പ്രസംഗം ഇംഗ്ലീഷിലുള്ളവരും സൂപ്പർ സീനിയർ സംഘഗാനത്തിലുള്ളവരും എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ വലതുവശത്തെത്തുക. അടുത്തത് കഥ പറയൽ നിഷാദ്. അസ്സലാമലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാനൊരു കൊച്ചു കഥ പറയാം. ഒരിക്കൽ ഈസാ നബി അലൈഹിസ്സലാം യാത്രയിൽ ശിക്ഷ ലഭിക്കുന്ന ഒരു കബറാളിയുടെ അരികിൽ കൂടി പോവുകയും മടക്കയാത്രയെല്ലാവരും വരികയും ചെയ്തു. ശിക്ഷ ലഭിക്കുന്ന ആ കബർ പ്രകാശിക്കുകയും ശിക്ഷിച്ചിരുന്ന മലക്കിന്റെ സ്ഥാനത്ത് റഹ്മത്തിന്റെ മലക്ക് പകരം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ രഹസ്യം അറിയാൻ 2 റക്അത്ത് നിസ്കരിച്ചു റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു പറഞ്ഞു, ഇയാളൊരു ദേശിയായിരുന്നു. ഇയാൾ മരിക്കുന്ന സമയത്ത് ഇയാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. പിന്നീട് പ്രസവിച്ചു. ആ കുട്ടി മദ്രസയിൽ പോവുകയും ഉസ്താദ് ബിസ്മി പഠിപ്പിക്കുകയും അവനത് പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരെ, അറിവ് പഠിക്കാനുള്ള മഹത്വം മനസ്സിലാക്കി ഈ കഥ ഉപകരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു കഥ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് മലയാള പ്രസംഗം മിറാസ്.
കോർഡിനേറ്റർമാരായ ഉസ്താദുമാർ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. 4 ടീമിന്റെയും കോർഡിനേറ്റർമാരായ ഉസ്താദുമാർ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ, സഹപാഠികളെ, കാരുണ്യകടലായ എൻ്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മനോഹര സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ 2 വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ അധർമ്മത്തിന്റെ ഇരുട്ടിൽ മൂടപ്പെട്ട നന്മയെയും തിന്മയെയും തിരിച്ചറിയാനാവാത്ത വിധം അധംപതിച്ച ഒരു സമൂഹത്തിലേക്കായിരുന്നു നന്മയുടെ വെളിച്ചം പകരാനായി നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നത്. തൊഴിലില്ലാത്ത ശബ്ദം പാലിലായി മുഴക്കിയതിന് സ്വന്തം നാടും വീടും വിട്ടുപോകേണ്ടി വന്നു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എന്നിട്ടും തന്റെ നാട്ടുകാർ ദുരിതത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ തന്റെ നാട്ടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് അയച്ചു കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ കാരുണ്യകടലാണ്. ജീവിതത്തിൽ നിന്ന് കോപത്തെ ഒഴിവാക്കാനോ വിനയം വിട്ടുവീഴ്ചയും കാണിക്കാൻ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നന്മയും തിന്മയും വേർതിരിച്ച് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള ഈ ലോകത്തെ നമ്മുടെ നബിയുടെ വചനങ്ങളും കർമ്മങ്ങളും മുറുകെ പിടിക്കുക എന്നത് മാത്രമാണ് നമുക്ക് മുമ്പിലുള്ള വഴി. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി ഒരു മലയാള പ്രസംഗം ബിലാൽ. ശ്രദ്ധിക്കുക. ദർസ് വിദ്യാർത്ഥികളുടെ കലാ പ്രദർശനത്തിന് ശേഷം 1-2 മദ്രസ വിദ്യാർത്ഥികളുടെ മത്സരമുണ്ടാകും. അതിനുശേഷമാണ് നമ്മുടെ ഒക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മദ്ഹബ് ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിലെ പൂർവ്വകാല ഗായകന്മാർ അണിനിരത്തുന്ന വാശിയേറിയ മലയാള ഗാന മത്സരവും സമൂഹ ഗാന മത്സരവും അരങ്ങേറുകയാണ്. അതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ തയ്യാറാവുക. ഏറ്റവും ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ ആനന്ദത്തിന്റെ കുളിർമേൽക്കുന്ന പുണ്യമാസമാണ് വിശുദ്ധ റബീഉൽ അവ്വൽ. സ്നേഹത്തിന്റെ വിശ്വാസ രൂപമായി ഈ ലോകത്തേക്ക് കടന്നു വന്ന തിരുനബിയുടെ ജന്മത്തിന് സാക്ഷിയായ പുണ്യമാസം. ആ പ്രപഞ്ചത്തിൽ അഭയം കണ്ടെത്തിയവരെയെല്ലാം ഉള്ളറിഞ്ഞ് ആനന്ദം കൊള്ളുന്ന മാസം റബീഉൽ അവ്വൽ എന്നാൽ തിരുനബിയും തിരുനബി എന്നാൽ സ്നേഹവുമാണ്. സ്നേഹത്തിന്റെ ഒടുങ്ങാത്ത പ്രവാഹം. ആ പ്രവാഹത്തിൽ ആദിമകാലം മുതൽ അന്ത്യനാൾ വരെയുള്ള സൃഷ്ടിചാരചാരങ്ങളെല്ലാം പുളങ്കം കൊള്ളും. ദൈവിക സൃഷ്ടികൾ ഒന്നുമില്ലാത്ത എല്ലാത്തിനെയും ആ സ്നേഹം കഴുകിത്തലോടും. വിശുദ്ധ റമദാനിൽ അല്ലാഹുവിലുള്ള വിശ്വാസം വിശ്വാസികളുടെ മനസ്സിൽ നിറഞ്ഞൊഴുകുന്നത് പോലെ പുണ്യ റബീഉൽ പ്രവാചകന്റെ മനസ്സിൽ മന്ദമാരുതൻ വിശ്വാസവും സ്നേഹവും കഴുകിത്തലോടും. വിശ്വാസവും സ്നേഹവും പരസ്പര പൂരകങ്ങളാണ്. വിശ്വാസമില്ലാത്ത സ്നേഹവും സ്നേഹമില്ലാത്ത വിശ്വാസവും ഫലം ചെയ്യില്ല. സ്നേഹത്തെ കുറിച്ച് ഏറ്റവും ആദ്യം പറയുമ്പോൾ നബി തങ്ങളുടേതാണ് വിശ്വാസികളുടെ മനസ്സിലേക്ക് പറയേണ്ടത്. സകലമായ വിശ്വാസികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ കുറിച്ച് വിചാരപ്പെട്ട
ഞാൻ എത്തുന്നു എൻ്റെ കൊച്ചു പ്രസംഗം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ഒരു അറബിക് പ്രസംഗം സയ്യിദ് ഹസൻ തങ്ങൾ. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الصدر المحترم وأساتذة الكرام والطلباء العظام، السلام عليكم ورحمة الله تعالى وبركاته. أيها الإخوان، وهذا اليوم أسعد الأيام، فقد من الله تعالى فيه بأعظم نعمة من على العالمين، وهو ولادة نبينا محمد مصطفى صلى الله عليه وسلم أشرف المخلوقين وسيد الأنبياء والمرسلين وحبيب رب العالمين وناتم النبيين. فلذلك يحتفل المسلمون بهذا اليوم المبارك في جميع الأقطار يذكرون مناقبته وينشدون مكائده ويقرعون سيرته وينشدون سنته، كما يقصدون فيه الصلاة عليه وعلى فطرته وتصدقوا على أهل الخير والحاجة من أمته الذاكرين. لهذه النومة أختم كلامي مع آخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. അടുത്തത് ഒരു ഗ്രൂപ്പ് സോങ് ഉമൈർ ആൻഡ് പാർട്ടി. ശ്രദ്ധിക്കുക, വർണ്ണമനോഹരമായ പ്രദർശനവും ബുർദ സ്വാഗത സദസ്സും നിവേദിയിൽ നടക്കാനിരിക്കുകയാണ്. നമ്മുടെ പരിപാടിയുടെ അവസാനം വർണ്ണശബളമായ മത്സരവും പ്രദർശനവും ബുർദ സ്വാഗത സദസ്സും നിവേദിയിൽ ഇന്ന് നടക്കാനിരിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. ചിത്തിര പൊന്മുത്തൊളിവിൽ വാഴും മദീന, ചിത്തം നിത്യം തേടിടുന്ന തേട്ട മദീന. ചിത്തിര പൊന്മുത്തൊളിവിൽ വാഴും മദീന, ചിത്തം നിത്യം തേടിടുന്ന തേട്ട മദീന. ചിത്തിര പൊന്മുത്തൊളിവിൽ വാഴും മദീന, ചിത്തം നിത്യം തേടിടുന്ന തേട്ട മദീന. പാതുർത്തിയനുത്തമരാമുത്ത് നബീന, ഓർത്ത് ഓർത്ത് ചാത്തിടുന്നു മധുള്ള മീന. ഹശീം കുലത്തിൽ നല്ല നൂറ് വന്നുദിച്ചു, ആലത്തിനാകെ നൂർ ജ്വലിച്ചു, ചന്ദ്രിക ചിരിച്ചു. ഹശീം കുലത്തിൽ നല്ല
ചന്ദ്രിക ചിരിച്ചു ചിത്തിര മുത്തൊളിൽ വാഴും മദീന ചിത്തനിത്യം നേടിടുന്ന തേട്ട മദീന സത്യമതം സത്യമതത്തിൻ്റെ മാർഗമാനവരിൽ തന്നു സൗഹൃദ സ്നേഹത്തിലൂട്ടി മാതൃകരായി നിന്നു സത്യമതത്തിൽ മൊഴിഞ്ഞ വാക്കുകളിൽ സാരം അർത്ഥമുത്തുകൾ മുഴന്നു എത്തി സ്വർഗതീരം അറിവിൽ ഫലം പകർന്ന് അതമുണർത്തിയ നബിയ നിറപനി ഒഴുകിയ ബഹജ തിരുനബി ബദറിലും ബദറ ബഹജ നബി ബദറും മുഹദും ഖദ്ദക്കും ഖൈബറും താണ്ടിയ ത്യാഗം ബദറും മുഹദും ഖദ്ദക്കും ഖൈബറും ബലദ് മദീനയും ഭാഗ്യം ചിത്തിരപ്പൊൻ മുത്തൊളിലും വാഴും മദീന ചിത്തം നിത്യം നേടിടുന്ന തേട്ട മദീന ഭക്തിസ്വരം ഭക്തിസ്വരത്തിൽ മൊഴിഞ്ഞു വാക്കുകളിൽ സാരം അർത്ഥമുത്തുകൾ നുകർന്നു എത്തി സ്വർഗതീരം ഭക്തിസ്വരത്തിൽ മൊഴിഞ്ഞു വാക്കുകളിൽ സാരം അർത്ഥമുത്തുകൾ നുകർന്നു എത്തി സ്വർഗതീരം അറിവിൽ ഫലം പകർന്ന്